ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ ഒരു ചെറിയ യാത്രയിലാണ്. ശരിക്ക് അമ്മയും അച്ഛനും വന്നിട്ട് ഇത്തവണ അമ്മ സുന്ദരിയാണല്ലോ. ഇത് രാവിലെ ഞാനും അമ്മയും കുറച്ചധികം നേരം പണിയെടുത്തിട്ടാണ് നമ്മുടെ ലുക്കൊന്ന് ചെറുതായി മാറ്റിയല്ലേ. മുടി സ്ട്രൈറ്റൻ ചെയ്ത് നമ്മുടെ മുഖത്ത് ഞാൻ മേക്കപ്പ് ഇട്ടു. നമ്മുടെ ഓർണമെന്റ്സിൽ ഞാൻ ഒപ്പീനിയൻ പറഞ്ഞു അല്ലേ, ലുക്കായിട്ട്. അപ്പൊ നമ്മള് ഒരു ചെറിയ യാത്രയിലാണ്. ഇന്നൊരു ബെൽജിയം ഒക്കെ ഒന്ന് പോയി അമ്മേനെ അച്ഛനെ അവിടെയൊക്കെ ഒന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാലും പുറത്തങ്ങനെ കാര്യമായി എവിടെയും പോകാനോ കാണാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ആംസ്റ്റർഡാമിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള 1-2 സിറ്റീസിലൊക്കെ പോയി ഒരു കാസിലൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ആദ്യം പോകുന്നത് നമ്മൾ ബേബി പാർക്കിലേക്കാണ് കേട്ടോ. ബേബി പാർക്കിൽ നമ്മൾ ഇഷ്ടംപോലെ തവണ പോയിട്ടുണ്ട്. പക്ഷെ യുവി ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ നിന്നാണല്ലോ നമ്മൾ ഇവന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബേബി കാരിയർ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും സ്ട്രോളർ നമുക്ക് കൊണ്ടുപോകാൻ അത്ര പോസിബിൾ അല്ല. ഇവിടെ എന്നാലും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും സ്ട്രോളർ കൊണ്ടുപോകാനുള്ള എന്താ പറയുക രീതിയിൽ തന്നെയാണ് ഓരോരോ സ്ഥലം ബിൽഡ് ചെയ്തൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിൽ ഈ ഒരു സ്ട്രോളർ കൊണ്ടുപോകാൻ അത്ര പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടൊരു ബേബി കാരിയർ കുറച്ചായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റൈല് നോക്കി കുറേ കാരിയേഴ്സ് ഒക്കെ വിഷ്ണുവിന് സജസ്റ്റ് ചെയ്തു. പക്ഷെ അതൊന്നും എൻ്റെ ഊരയ്ക്കും വിഷ്ണുവിൻ്റെ ഊരയ്ക്കും യുവിയുടെ ഊരയ്ക്കും നല്ലതല്ല. മെഡിക്കലി എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെന്ന് പറയണത്. അതെല്ലാം നോക്കിയിട്ട് വിഷ്ണു ഒരു ബ്രാൻഡൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിവിടെ അടുത്തുള്ള ബേബി പാർക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി നല്ലതാണെങ്കിൽ അതൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഒരു കാസിലിൽ പോവുകയാണ്. അങ്ങനെ അമ്മേനെയും അച്ഛനെയും ഇന്ന് യുത്രട്ട് കാണിക്കാനുള്ള ഒരു ചെറിയ വ്ളോഗാണത്. അച്ഛാ ഭയങ്കര കനത്തിലാണല്ലോ. അപ്പോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. എല്ലാരും ഒപ്പം പറയൂ പ്രഹസനം എന്ന്. അമ്മ മാത്രമേ പറയൂ, എല്ലാരും ഒപ്പം പറയൂ. അച്ഛൻ പറയൂ പ്രഹസനം. തനി മലയാളീസ് പ്രഹസനം. അമ്മ മാത്രമേ പറയുള്ളൂ. ശരി, അതിലങ്ങനെ സംഭവം. നോക്ക് ഫ്ലൈറ്റ്. അമ്മേനെ കൊണ്ട് മുടിയിൽ ഷാമ്പൂ ഒക്കെ ഇടിയിച്ച് മാസ്ക് ഒക്കെ ഇടിയിച്ച് ഇന്ന് അമ്മയുടെ മുടി ഒന്ന് നമ്മൾ സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ല ഇഷ്ടമാണ്. അമ്മ ഓൾറെഡി സുന്ദരിയാണ്. അമ്മേനെ ഒന്നും കൂടെ സുന്ദരിയാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അങ്ങനെ എൻ്റെ ഒരു ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടുണ്ട്. അടിയിൽ ഞാൻ അമ്മയ്ക്കൊരു ലെഗിൻസ് നാളെ വാങ്ങിയതുണ്ടായിരുന്നു. സുന്ദരിയായ പിന്നെ നമ്മൾ ചിരിക്കുകയുള്ള കണ്ടില്ല. ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ സ്ട്രൈറ്റ് ചെയ്തു കേട്ടോ. അമ്മ ആദ്യം സ്ട്രൈറ്റ് ചെയ്യണല്ലേ. വിഡ്ഢിവേഷോ അല്ല, അമ്മയ്ക്ക് എന്താ ടെൻഷൻ എന്ന് അറിയോ? അമ്മ ഇങ്ങനെയൊക്കെ ഉള്ള വേഷം കെട്ടിയിട്ട് സ്കൂളിൽ പോകുമ്പോ അമ്മയോട് എല്ലാരും ചോദിക്കും, ടീച്ചർക്ക് സ്ട്രൈറ്റ് ചെയ്ത് വന്നൂടെ മുടി, അതേ വേഷം ഇട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നിട്ട് ജീൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോ കണ്ടിട്ട് ടീച്ചർ ഈ സാരി നിൽക്കാണ്ട് ജീൻസ് ഒക്കെ ഇട്ടിട്ട് വന്നൂടെ. അമ്മയുടെ ഈ സൈഡിലെ മുടിയില്ലേ, ഇതന്നെ കേട്ടോ എന്റെ മുടിയുടെ ടെക്സ്ചറും വരുന്നത്. പക്ഷെ കേളി ചെയ്യാനാണ് കുറച്ചും കൂടെ ഈസി അല്ല. എനിക്ക് കുറച്ചും കൂടെ കേളി ഹെയറിലോട്ടാണ് പെട്ടെന്ന് പോവുക. പക്ഷെ കുറച്ചധികം മെനക്കേടാണല്ലോ അത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെരാറ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർമനന്റ് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കുളിച്ചിറങ്ങിയാൽ മതി, മുടി അതേപോലെ ഉണ്ടാവും. ഞാൻ വേണ്ടി ചോദിച്ചു അമ്മയ്ക്ക് ചെയ്യണോ. നമ്മ റിട്ടാണോ വേണ്ട, റിട്ടയർ ചെയ്തിട്ടാകുമ്പോൾ ഒരിക്കൽ കൂടെ ഇവിടെ വന്നതിന് ശേഷം അമ്മയ്ക്ക് ഹെയർ കട്ട് ചെയ്യും. പിന്നെ എന്തൊക്കെയാ വേണ്ടത്, എന്തൊക്കെയോ വേണത്ര. മറ്റേ കുട്ടികളെ എന്നാലേ 3 മാസം കഴിഞ്ഞ് സ്കൂളിൽ ചെന്ന കുട്ടികൾക്ക് ടീച്ചർ മാറിയായിരിക്കും, പുതിയ ടീച്ചറായിരിക്കും. സുന്ദരി അല്ല, പുതിയ ടീച്ചറായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഹോബി എന്താണെന്ന് അറിയോ? നമ്മുടെ Q&A വീഡിയോയുടെ കമന്റ് സെഷൻ വായിച്ച് പുളകം കൊള്ളുക അല്ലേ. അതാണ് എല്ലാ ആൾക്കാര് അമ്മേനെ പറ്റിയിട്ട് ഇടല്ലോ. ഞാൻ ഈ ഭാഗം ചെയ്തിട്ടില്ല. അപ്പൊ അത് മതി ഇതിൽ കൂടെ തോണ്ടൊക്കെ ചെയ്യും. മുന്നേ അങ്ങനെയായിരുന്നു. അമ്മയ്ക്ക് പറ്റാത്ത ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ കണ്ണുരുട്ടോ, അല്ലെങ്കിൽ ചൂടും കിട്ടുകയോ ഊരിട്ടും ചിലപ്പോ ഇങ്ങനെയുണ്ട്. ഷോക്ക് അടിച്ചോ മറ്റേ സൈഡ് ഷോക്ക് അടിച്ചിട്ടുണ്ട്. മറ്റേ സൈഡ് കാണിക്കൂ, ഒന്ന് കാണിക്കൂ. എന്താ അറിയോ, അമ്മ സൈഡ് അമ്മയുടെ ഇഷ്ടത്തിന് കുറച്ച് ചെറിയ ചെറിയ മുടികൾ വെട്ടി വെക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെ സ്ട്രൈറ്റ് ചെയ്താലും മോളിക്ക് കൊമ്പോലൊക്കെ അതൊതുക്കില്ലോ. ഒതുക്ക അമ്മയ്ക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി. ഇനി ഷൂവും കൂടെ ഇടാണല്ലോ. അമ്മി റെഡിയായി. ഹേ മമ്മി, ലുക്കായല്ലോ. ബാഗൊക്കെ കാണിക്കുന്നു. ഇത് ഞാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത ബാഗാണ് അല്ലേ. മൊത്തം ലുക്കായിട്ടില്ലേ? കണ്ണട കൂടെ നമുക്കൊന്ന് മാറ്റായിരുന്നു. മറ്റേ ആ ശ്രീകൃഷ്ണപുരത്തെ അല്ല, അതിലെ പോലെ കണ്ണട ഊരി വെച്ചാൽ നോക്കൂ. എനിക്ക് കണ്ണ് കണ്ട അമ്മയ്ക്ക് നല്ല പവറുണ്ട് ഇല്ലേ?
ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് പക്ഷെ നമ്മുടെ അത്ര പവറില്ല കേട്ടോ. എനിക്കും പവറുണ്ട്. നമ്മൾ പാരമ്പര്യമായി കണ്ണടയുള്ള ആൾക്കാരാണ്. വെക്കാറില്ല എന്നുള്ള അഹങ്കാരം കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് അത്ര പവർ കൂടാറില്ല കേട്ടോ. ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ചതാണ്. ഇപ്പം എനിക്ക് എത്ര പവർ? ഇപ്പം 1.25 0.75 അങ്ങനത്തെ രീതിയിലൊക്കെയാണ് പവർ. അതോ 1 അങ്ങനെയൊക്കെ. ഇതാണ് കേട്ടോ മാല. നല്ല ഭംഗിയില്ലേ? എനിക്ക് ആ ഒരു ബ്ലൂ സിൽവർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മോഡലിൽ എന്തോ പറയും, ഡാൻസിങ് സ്റ്റോണോ അങ്ങനെ എന്തോ എന്ന് പറയും. ഇത് പറഞ്ഞായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. ചോദിച്ചിട്ട് ഞാൻ പറയാം. പുറത്ത് പോകുമ്പോൾ റെഡി ആവുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവന് ഡയപ്പർ ബാഗ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്നലെ കാലിയായ ഐറ്റംസ് എല്ലാം റീഫിൽ ചെയ്തു. അതിനുശേഷം ഇവിടെ ഫോർമുലയും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം അല്ലേ. ഇപ്പോൾ സമയം എന്തായി? 1 മണിയായില്ലേ? പിന്നെ ഞാൻ റെഡി. വാങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലമായിട്ട് ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടാതെ എടുത്ത് വെച്ചിരുന്ന ഒരു ഷൂസാണ്. ബെഫല്ലോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നല്ലൊരു ബൾക്കി ഷൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ആലോചിച്ച് കുറേ സമയം ചിന്തിച്ചിട്ടൊക്കെ വാങ്ങിയ ഷൂ ആയിരുന്നു. ഇവിടെയും ഇതേ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാം. അമ്മയും അച്ഛനും വാങ്ങിച്ച ആ ഒരു സ്വെറ്റ് ഷർട്ടും ജീൻസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതിന്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കാണാനൊരു ജീൻസിൻ്റെ ലുക്ക് ഉണ്ട് എന്നുള്ള ഒരു ട്രൗസറാണ്. അവന് ഇഷ്ടമല്ലേ ഈ കാർ സീറ്റ് കിടക്കുന്നത്. വണ്ടി മൂവിങ് ആയാൽ പിന്നെ കുഴപ്പമില്ല. അത് നല്ല മഴയാണ്. ഒരു ചീഞ്ഞ കാലാവസ്ഥയാണ്. ഈ മഴ ഉണ്ടെങ്കിൽ പിന്നെ പുറത്ത് നടക്കുമ്പോ ഇതിന്റെ മുകളിൽ വെള്ളം കണ്ടോ? മാപ്പിൽ കണ്ടോ അച്ഛാ? വെള്ളത്തിന്റെ അടിയിൽ കൂടെ നമ്മൾ പോണ കണ്ടോ? നെതർലൻഡ്സ് ഇസ് വെൽ നോൺ ഫോർ ഇങ്ങനത്തെ പരിപാടികൾ അല്ലേ? വാട്ടർ എഞ്ചിനീയറിംഗ്. നെതർലൻഡ്സ് ശരിക്കും നീദർലാൻഡ്സ് എന്നാ പറയാ. അതായത് സീ ലെവലിനൊക്കെ താഴെയാണല്ലോ നെതർലൻഡ്സിന്റെ ഭൂപ്രകൃതി പ്രകാരം. അപ്പൊ ഒരു കാലത്ത് ഇവിടെ സ്ഥിരമായിട്ട് ഫ്ലഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കംപ്ലീറ്റ് ഇവര് കൺട്രോൾ ചെയ്തെടുത്തത് ഇങ്ങനത്തെ കിടിലമായിട്ടുള്ള വാട്ടർ എഞ്ചിനീയറിംഗിലാണ്. അപ്പൊ നെതർലൻഡ്സ് ഇസ് വെൽ നോൺ ഫോർ വാട്ടർ എഞ്ചിനീയറിംഗ്. നമ്മുടെ നാട്ടില് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഞാൻ അവിടെ വന്നതല്ല എന്നല്ലേ 2018 വെള്ളപ്പൊക്കം ഉണ്ടായത്. 18 വെള്ളപ്പൊക്കം ഉണ്ടായി. 19 ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ടായിരുന്നു, പിണറായി വിജയൻ സാറ്. പുള്ളി വന്നിട്ട് ഇവിടുത്തെ വാട്ടർ എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് അമ്മു ചേച്ചിയും നെയ്ത്തനും എല്ലാവരും കൂടെ പോയത് എനിക്ക് ഓർമ്മയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നെയ്ത്തൻ ഹായ് പറഞ്ഞത്. കഴിഞ്ഞിട്ട് നമുക്ക് സബ്വേന്ന് ഇറങ്ങി അവിടെ കാണുന്ന ബേബി പാർക്കിൽ പോയിട്ട് വേണം സംഗതി വാങ്ങിക്കാൻ. ആദ്യം കഴിക്കാം. എല്ലാവർക്കും നല്ല വിശക്കുണ്ട്. ഫോട്ടോ നമ്മൾ എടുക്കും. എപ്പോഴാണ് എടുക്കണ്ട? ഇപ്പൊ ഇറങ്ങിയിട്ട് മഴയുണ്ട്, അതുകൊണ്ട് ഇവനെ എടുത്ത് അകത്തോട്ട് ഓടി വീശണം. കാറ് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കുലുക്കത്തിലൊക്കെയാണെന്ന് പെട്ടെന്ന് ഇവൻ ഉറങ്ങും കേട്ടോ. ചില ദിവസം വീട്ടിൽ നിന്ന് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനും വിഷ്ണു വിചാരിക്കാറുണ്ട് കാറ് കയറ്റി ഒരു റൗണ്ട് അടിച്ച് കൊടുത്താലോ എന്ന്. നമ്മൾ സബ്വേയിലാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. മുന്നത്തെ സമയത്തൊക്കെ എനിക്ക് സബ്വേയിൽ വന്ന് ഓർഡർ ചെയ്യാൻ ആക്ച്വലി പേടിയായിരുന്നു കേട്ടോ. കാരണം എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പോലെയാണല്ലോ ഇവിടെ. ഏത് മീറ്റ് വേണം, അതോ ഇനി ഏത് സോസ് വേണം, ഏതൊക്കെ വെജീസ് ആഡ് ചെയ്യണം എന്നുള്ളത്. മുന്നേ എനിക്ക് ഇവിടെ വന്ന് ഓർഡർ ചെയ്യാൻ ചെറിയൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഓർഡർ ചെയ്ത് ശീലമായതുകൊണ്ട് ഇപ്പം ഏകദേശം ഒരു ധാരണയുണ്ട് ഇവിടുത്തെ ടേസ്റ്റ് എന്താന്നുള്ളത്. എനിക്ക് പൊതുവേ ഈ പിസ്സയും അതേപോലെ തന്നെ ബർഗറും ഒന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കയറാറുള്ളത് അധികം സബ്വേയിലാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഒരു പകുതി സാൻഡ്വിച്ച് കഴിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു കേട്ടോ. നമുക്കിനി തൊട്ടപ്പുറത്തുള്ള ബേബി പാർക്കിലോട്ട് പോവാം. ഈ ബേബി പാർക്ക് ഇതിൻ്റെ അകത്തൊരു ലോകം തന്നെ കേട്ടോ. 2-3 ഫ്ലോറായിട്ട് ഫുൾ ഇവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു 8-9 വയസ്സ് വരെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാട്ടോ. ബേബി ഡംപ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ബ്രാൻഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം, പക്ഷെ എന്നാലും റേറ്റ് കുറച്ച് ഡിഫറൻസ് ഉള്ളത്. നമുക്ക് ഇവിടുത്തെ ഒരു ഗിഫ്റ്റ് കാർഡ് ഉണ്ട് കയ്യിൽ. അപ്പോൾ അതിവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വന്നത്. ബേബി ബ്രസറ് മറ്റേ ഐറ്റം. ഇവിടെ നമ്മൾ നേരെ ബോട്ടിൽ വെച്ച വെള്ളം ചൂടാക്കി ഫോർമുല ഇട്ട് കറക്റ്റ് ടെമ്പറേച്ചറിൽ സംഗതി വരും. പക്ഷെ വിഷ്ണു പറഞ്ഞത് ആവശ്യമില്ല. എനിക്ക് കുറച്ച് ആവശ്യമായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സംഗതി. ഇവിടെ സ്റ്റൈല് മാത്രമല്ലാതെ വിഷ്ണു പറയുന്ന പോലെ ഏറ്റവും നല്ലൊരു സാധനം കൂടെ നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ. ഞാൻ ഭംഗിയുള്ള കുറേ സംഗതികൾ കണ്ടു. പക്ഷെ അതല്ലാതെ ഈ എർഗോ ബേബിയാണ് ഏറ്റവും കുറേ ടെസ്റ്റൊക്കെ നടത്തി നമ്മുടെ ബോഡിക്കും ഇവൻ്റെ ബോഡിക്കും ഒക്കെ നല്ലതാണെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു.
വെയിറ്റ് അനുസരിച്ച് നമുക്ക് കാരിയർ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റുള്ള ഡോൾസ് പിടിച്ചു നോക്കിയത്. നല്ല വെയിറ്റ് ഉണ്ട്. അമ്മേനെ കൊണ്ടുപോകും വീട്ടില്. എന്താണ് ഇഷ്ടം? അമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണോ? അമ്മ ഓരോന്നും എടുത്തിട്ടേ വീട്ടിൽ തന്നെ കൊഞ്ചിക്കാം. യുവിന്നോ? നമ്മൾ നല്ല ഉറക്കാണ്. പുറത്തിറങ്ങി ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എണീക്കാൻ അങ്ങോട്ട് ഇഷ്ടമല്ല. സുഖമായിട്ട് കിടന്ന് ഉറങ്ങി തരും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി തിരിഞ്ഞു നോക്കുമ്പോ പിന്നെ അമ്മ ഇതിനടുത്തൊക്കെ ചിക്കുക. ശരിക്കും വെയിറ്റ് ഉള്ളതുകൊണ്ടേ ഒരു കുട്ടീനെ അടുത്തൊരു ഫീലാണ്. വീട്ടിൽ കൊണ്ടോണോ? അടിക്കേ എന്താ ഇവിടുത്തെ ഒരു തിരക്ക് എന്നറിയോ? നമുക്കിപ്പോ ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത് നമ്മൾ അവിടെ പോയി നമ്മുടെ പേര് കൊടുത്തു കഴിഞ്ഞാല് അവർ ആൾക്കാർ ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഇവിടെ അനൗൺസ് ചെയ്യും നമ്മുടെ പേര്. അപ്പോഴാണ് 10 മിനിറ്റ് എന്തായാലും വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. യുവാൻ എന്നാണ് പേര് കൊടുത്തത്. ഐശ്വര്യ എന്ന് പേര് കൊടുത്തപ്പോൾ അവര് എന്നൊക്കെ പറഞ്ഞൊരു കൺഫ്യൂഷനായി. യുവാൻ എന്ന് പറഞ്ഞപ്പോൾ യുവാൻ അവർ പെട്ടെന്ന് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് പേരിടുമ്പോഴും ആവശ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം അതാട്ടോ, നമ്മുടെ ഒരു ഇന്ത്യൻ നെയിം ആയിരിക്കണം, പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ഈസിലി പറയാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം എന്ന്. അമ്മ അറിഞ്ഞില്ല ഞാൻ നെതർലൻഡ്സിൽ വന്ന് ഇവിടുത്തെ ആൾക്കാരെന്റെ പേര് പറയണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ ഐശ്വര്യ എന്ന് കിട്ടും അല്ലേ? നല്ല ഐശ്വര്യമുള്ള പേരല്ലേ ഐശ്വര്യ. മുഖം കണ്ടാ പറയില്ലാന്നേ ഉള്ളൂ. എത്ര ഡയലോഗ് എത്ര ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിക്കണെന്ന് അറിയാം. മുഖം നോക്കാതെയാണോ പേരിട്ടിട്ടുള്ളത്. പാവ എത്ര വെയിറ്റ് ഉണ്ടാവും? പാവ എത്ര വെയിറ്റ് ഉണ്ട്? പക്ഷെ അത് മുന്നേ ചിന്തിച്ച എന്തെങ്കിലും സിസ്റ്റം ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഇതിപ്പോ ഇങ്ങനെ ഒരു മോഡലായത്. നമ്മളിങ്ങനെ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഒരു സലീം കുമാറിന്റെ ഒരു ഫോട്ടോ ഇല്ലേ കുട്ടീനെ ഇങ്ങനെ പിടിച്ചും കൊണ്ടുള്ളത്, അതൊക്കെ ചിന്തയാണ്. അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണോ പാവ, എല്ലാരെ കൊണ്ട് ഇടിപ്പിക്കുകയാണ്. യുവാന്റെ പേര് അനൗൺസ് ചെയ്തു. അപ്പൊ ഇനി അവരിങ്ങോട്ട് വരുമായിരിക്കും. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തില്ല കേട്ടോ, ഒരു 5-8 മിനിറ്റിലായി. ഇന്ന് ഒരു വീക്കെൻഡും കൂടെ ആവുകൊണ്ട് കുറെ ആൾക്കാര് ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് മുന്നത്തെ ഇവിടെ വന്ന സമയമൊക്കെ ഓർമ്മ വരിക. പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കുറെ ഇവിടെ കാണാറുള്ളത്. അപ്പൊ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. You're going to make it comfortably tight. We're going to make sure that these are clipped towards that way. ഇത് ഫ്ലൈ ബേബി എന്ന് പറയുന്ന ഒരു ജർമ്മൻ ബ്രാൻഡാണ്. നേരത്തെ പറഞ്ഞ എർഗോ ബേബി ഇല്ലേ, അതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴും ഈ ഒരു 2 ബ്രാൻഡ് തന്നെ കേട്ടോ കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫ്ലൈ ബേബി നെതർലൻഡ്സിൽ ഇല്ല എന്നാണ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ എർഗോ ബേബിയും അതേപോലെ തന്നെ ഫ്ലൈ ബേബിയും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഫ്ലൈ ബേബിയാണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ നമ്മൾ പ്രോപ്പറായിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കുട്ടിയുടെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കുട്ടീനെ കുറച്ച് നേരത്തിൽ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ടേ ഏകദേശം 12 കിലോ വരെ നമുക്ക് ഈ ഒരു ഫ്ലൈ ബേബിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഹിപ്പിനും അതേപോലെ തന്നെ കുട്ടി ഇരിക്കുന്നതുകൊണ്ട് കുട്ടിയുടെ ഹിപ്പിനും ഒക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള കാരിയേഴ്സ് വേണം വാങ്ങിക്കാൻ. അതും ഇങ്ങനത്തെ മെഡിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞ കാരിയേഴ്സ് തന്നെ നോക്കി വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. നമുക്കിത് പറഞ്ഞു തരുന്ന ലേഡിയില്ലേ, അവർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ എടുക്കുന്ന ജോലിയോട് നമുക്കൊരു താല്പര്യം ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരാൾക്ക് ജോലി എടുക്കുക എന്നുള്ളതിന് വേറൊരു എക്സാമ്പിളായിരുന്നു അവർ. കുറേ സമയമെടുത്ത് പേഷ്യൻ്റായി നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരുടെ സർവീസിൽ. അല്ലെങ്കിൽ എപ്പോഴും എല്ലാ ജോലിയും എങ്ങനെയാണല്ലോ, നമ്മൾ താല്പര്യത്തോടു കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ ജോലി എടുക്കാൻ പറ്റും. അപ്പോൾ ഇവർ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഒരു എന്താ പറയുക സൈസ് നമ്മുടെ അനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി വളരുന്നതിൻ്റെ ഒപ്പം ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറയണേ. ഞാൻ വിഷയമാണെന്ന് ഹെൽപ്പ് ചെയ്യട്ടെ കേട്ടോ. ഒട്ടും വെയിറ്റ് അറിയണ്ടായിരുന്നില്ല. അതെല്ലാം ഞാൻ കറക്റ്റ് ഇതിലിട്ടോണ്ടാന്ന് എനിക്ക് തോന്നണേ. നോക്കട്ടെ. വാവ്, എനിക്കൊട്ടും വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ തട്ടത് ശരിയല്ല. കറക്റ്റ് എണീറ്റിട്ടുണ്ട് കേട്ടോ. പാല് കൊടുക്കട്ടെ.
ഇങ്ങനെ ബേബീസിന് ബേർപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അതായത് നമ്മൾ മടിയിലിരുത്തി നമ്മൾ ചിന്നിൽ സപ്പോർട്ട് ചെയ്ത് ബാക്കിൽ ചെറുതായി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബേർപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നിരുന്നില്ലേ C-സെക്ഷൻ കഴിഞ്ഞിട്ട്, ആ സമയത്താണ് അവർ ഈ ഒരു ടെക്നിക്ക് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് പെട്ടെന്ന് ഇവൻ ബേർപ്പ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ, ഷോൾഡറിൽ ഇടുന്നതിനേക്കാളും. അങ്ങനെ ആ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ഈവനിങ് ചായയുടെ സമയമായിട്ടുണ്ടായിരുന്നു. മുകളിലൊരു ചെറിയ കെഫിറ്റേറിയ ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരു പേസ്ട്രിയും അല്ലെങ്കിൽ ക്യാരറ്റ് ബ്രെഡാന്ന് തോന്നുന്നു, അതും പിന്നെ ഒരു കാപ്പിച്ചൂനോയും ഒക്കെ കുടിച്ച് നമുക്കിനി മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാം. പാസിഫയർ ഇഷ്ടമല്ലാത്തൊരു കുട്ടിയാണ് ഈ കുട്ടി. വല്ലപ്പോഴും നിർബന്ധമുള്ള സാഹചര്യങ്ങളിൽ മാത്രം കരയാതിരിക്കാൻ ഇഷ്ടമല്ല. വേണ്ടേ എടുക്കാൻ പറയണേ, അങ്ങനെ എടുത്ത് ശീലിപ്പിച്ചാലേ അത് ശീലമായി പോവും. പല വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കാർ സീറ്റിൽ നിന്ന് എടുക്കാതിരിക്കുകയാണേ. ശീലിപ്പിച്ചാൽ പിന്നെ അതൊരു ശീലമാവും. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എടുക്കാൻ, പക്ഷെ അത് നമ്മൾ ചെയ്യരുത്. നമ്മളിങ്ങനെ സ്ലോലി അതിലിങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകണം. കിലുക്കും പാസിഫയറൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എന്താ അറിയോ, ഇതിൻ്റെ മുകളിൽ ഒരു സ്ഥലമാണ്. ആരെങ്കിലും ബേബി പാർക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇവിടെ ഇവർ ഡിസ്പ്ലേക്ക് വെച്ച സാധനങ്ങൾ കുറച്ച് ലോവർ പ്രൈസിന് അവർ സെല് ചെയ്യുന്നതാണ്. യുവി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ, നോക്കട്ടെ. കാർ സീറ്റിൽ നിന്ന് എടുത്ത് ശീലിപ്പിച്ചാൽ അതൊരു ബുദ്ധിമുട്ടായി പോകും. നമ്മളിപ്പോൾ കാറിൽ പോകുമ്പോഴൊക്കെ അവർ കരയുകയാണെങ്കിൽ നമുക്ക് എടുത്ത് മടിയിൽ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് കാർ സീറ്റിൽ ഇരുത്തിയിട്ട് തന്നെ അവരെ കൺസോൾ ചെയ്യാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും വിഷ്ണുവും ഒപ്പം അവനും. എന്താ കിളി പോയിരിക്കണം? അപ്പൊ താനല്ലേ നോക്കിയെടുത്ത സ്ഥലം? നമ്മളൊരു സ്ഥലം ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കി ഷോർട്ട് ലിസ്റ്റ് ഒക്കെ എടുത്ത് ബുക്ക് ചെയ്ത് ഇപ്പോൾ പോകണ്ട. ഫുൾ മാൻഡറിൻ പോയാൽ കിട്ടും, പോവാ. നമ്മുടെ സെൻറ്ററത്തെ റെസ്റ്റോറൻ്റ് അല്ലേ അത്, ഇഷ്ടം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. ഷുഷി ഓ ഷായി വന്നേ കിട്ടില്ല കേട്ടോ. അത് കഴിക്കാൻ പോകണ്ടെന്നാണ് വിഷ്ണു പറയണത്. വിഷമിക്കില്ലടാ, വിഷമിക്കില്ലേ. കാരിയറിനൊപ്പം നമ്മൾ കുറച്ച് ഹൈഡ്രോഫിലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സംഗതി പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ. തുടയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വേണ്ടി തുണികൾ വളരെ ആവശ്യമാണ്. തിരിച്ചോ പോവാ, എന്താണ് അമ്മ ചിരിക്കണത്? പോവാ സാൻസിസ്കാൻസിൽ പോവാം. ഇവിടെ ആംസ്റ്റർഡാമിൽ ആര് വരികയാണെങ്കിലും പോകേണ്ട ഒരു കുട്ടി വില്ലേജ് ആണ് കേട്ടോ സാൻസിസ്കാൻസ് എന്ന് പറഞ്ഞിട്ട്. വിൻമില്ലൊക്കെ ആയിട്ട് ഒരുപാട് തവണ നമ്മളവിടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ അച്ഛനും അമ്മയും വന്നപ്പോഴൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമുക്കൊരു മിന്നൽ വിസിറ്റ് നടത്താം. കാരണം 5 മണി ആയില്ല ഏകദേശം. അപ്പോൾ ബാക്കി ബോട്ടിംഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവനുള്ളതുകൊണ്ട് ബോട്ട് ചെയ്യാൻ പറ്റൂല. എങ്ങനെയുണ്ട് അമ്മ ബേബി പാർക്ക്? ബേബി പാർക്ക് എങ്ങനെയുണ്ട്? ഇവിടെ എക്സിറ്റ് ഉണ്ടോ? ആ എക്സിറ്റ് ഉണ്ട്. ഇല്ല ഉണ്ട്. ആ പോണോ? ഇവിടെ എക്സിറ്റ് ആണോ? എങ്ങനെയുണ്ട് അമ്മ ബേബി പാർക്ക്? പാർക്കില് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ അമ്മ പക്ഷെ കുറച്ചല്ലേ കണ്ടല്ലോ, മുഴുവൻ നടന്നില്ല നമ്മള്. സ്ഥലം കണ്ടാക്കുന്ന അറിയാൻ ഒരു ലോകമാണ് ബേബി പാർക്ക്. അപ്പോൾ ഇനി നമുക്ക് സാൻസിസ്കാൻസിൽ പോകാം. കഴിഞ്ഞാണോ പോയത് ഓർമ്മ ഉണ്ടോ? നമ്മുടെ കമ്മലെന്തേലും ഉഷാറായി. ബോട്ട് ബുക്ക് ചെയ്ത് കിട്ടാനും അല്ലല്ല, അത് ഹെയ്ത്തോറൻ വലിയൊരു വിൻമില്ലല്ലേ ഉള്ളത്. വിൻമില്ലാണത്. നമ്മുടെ കമ്മല് ഭംഗി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഭംഗിന്ന് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കാണാനുണ്ടായിരുന്നില്ല. 2 ദിവസം മുന്നെയാണ് എനിക്ക് തപ്പിയപ്പോൾ ഇത് കിട്ടിയത്. അപ്പോൾ ഭംഗി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു കമ്മൽ. പാർക്കിംഗ് ഫീ ഇവിടെ 15 യൂറോ ആണ്. പിന്നെ ടൂറിസ്റ്റിക് പ്ലേസ് ആയതുകൊണ്ട് തന്നെ എല്ലാം നോർമൽ പ്രൈസിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളും. നമ്മൾ ആരിവിടെ വന്നു കഴിഞ്ഞാലും ഒരു തവണ ഒരു മിന്നൽ വിസിറ്റ് എങ്കിലും സാൻസിസ്കാൻസിൽ കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇതിന്റെ അടുത്ത് തന്നെ വോളൻഡാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആര് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാലും ഫസ്റ്റ് ഒരു 2 or 3 ആയിട്ട് കാണുന്ന കാര്യമായിരിക്കും ഈ ഒരു സാൻസിസ്കാൻസ്. ഇവിടെ ഒരു വിൻമില്ലും അതേപോലെ തന്നെ ഇവിടെ ഹോളൻ ഷൂ ഇല്ലേ, ഇവിടെ എനിക്ക് തോന്നുന്നു ഈ മരം കൊണ്ടുള്ള ഷൂ, അതായത് മുന്നത്തെ കാലത്ത് ഹോളണ്ടിലെ ആൾക്കാരിട്ടിരുന്ന ഷൂ ആണത്. ഇപ്പോഴും നമ്മുടെ വീടിന്റെ അടുത്ത് കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ അതിരുന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഫാക്ടറി ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. രസമാണ്. ഇതിന്റെ ചരിത്രവും ഭാവിയൊക്കെ ഞാൻ പറഞ്ഞതോ മുന്നത്തെ വീഡിയോയിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു ഫൺ ടൈം മാത്രം എൻജോയ് ചെയ്യാം. അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനും സ്റ്റേറ്റസ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വിഷമമുണ്ട്. അപ്പൊ അതിന് നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാം. അമ്മ പോഞ്ചോയും ഡ്രസ്സും ഒക്കെ ചെയ്തു വന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ഇവിടെ വന്നത്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 7 കൊല്ലം ആവണം കേട്ടോ ഈ ഫെബ്രുവരിക്ക്. ഞാൻ വിഷ്ണുവിൻ്റെ വാൾപേപ്പർ ഇന്നേ വരെ വേറെ ഒന്നും കണ്ടിട്ടില്ലേ. ഞാൻ കുറേ തവണ എൻ്റെ മുഖമൊക്കെ വാൾപേപ്പർ ആക്കുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇതുവരെ ആക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ വാൾപേപ്പർ കാണിച്ചിട്ടെ, ഒന്ന് കാണിക്കുകയോ? പറ്റില്ല എന്ന് പറയാം. കാണിക്കുമോ വാൾപേപ്പർ? കണ്ടോ ഇപ്പോഴത്തെ വാൾപേപ്പർ?
ഞാനടുത്ത ഫോട്ടോ ആണ്, അതുകൊണ്ട് അങ്ങനെയെങ്കിലും വിചാരിക്കാം. എന്താ ചിരിയല്ലേ? ഈ ഫോട്ടോ ഏതാ? എൻ്റെ വാൾപേപ്പറും ഇതേ ഡ്രസ്സിലുള്ള വേറൊരു ഫോട്ടോ ആണ്. നമ്മുടെ തന്നെയാണോ? എല്ലാവരുടെയും വാൾപേപ്പർ തന്നെയാണ്. നമ്മുടെ സാൻസിസ് കാൻസിൽ തന്നെയുള്ള ഒരു സൊവനീർ ഷോപ്പാണ് ഇത്. അമ്മയ്ക്കും അച്ഛനും നാട്ടിലോട്ട് 1-2 സൊവനീർസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് വരുന്നൊരു സ്ഥലമാവുകൊണ്ട് തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ കാണാത്ത രീതിയിലുള്ള നല്ല ഭംഗിയുള്ള സൊവനീർസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ വേറെ സ്ഥലങ്ങളിലേക്കാളും റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും നല്ല ടൂറിസ്റ്റിക് പ്ലേസിൽ. പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള കുറേ സൊവനീർസ് ഉണ്ടായിരുന്നു ഇവിടെ. മിഫീനെ പറ്റി കേട്ടിട്ടില്ലേ നിങ്ങൾ? ഈ ഒരു വൈറ്റ് ബണ്ണി ഇതൊരു ഡച്ച് ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇവിടുത്തെ സ്കൂളിങ്ങിലൊക്കെ ഈ ഒരു മിഫിയുടെ കവർ വരുന്ന ബുക്സ് ഒക്കെ വളരെ കോമൺ ആണ് കാണാനെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ഥലങ്ങളിൽ വീഡിയോ എടുത്ത് നടക്കുമ്പോഴേ എന്താ ഈ വീഡിയോ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും ചിലപ്പോൾ ഒന്നിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ സാൻസിസ് കാൻസിൽ വരുമ്പോൾ അതുണ്ടാവാറില്ല. കാരണം ഈ ഭംഗി കണ്ടിട്ട് എല്ലാ ആൾക്കാരും വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ട് നടക്കാറ്. എടുക്കാത്ത ആൾക്കാരെ ആരെങ്കിലും ശ്രദ്ധിച്ചാലേ ഉള്ളൂ. ഇവിടെ നടക്കുന്നതിനിടയിൽ ചെറിയ ഇങ്ങനത്തെ ഫാം സെറ്റപ്പും ഉണ്ട്. അതുകൊണ്ട് പിള്ളേർക്കും നല്ല രസമായിരിക്കും ഇതൊക്കെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. വന്നാൽ മാത്രം അമ്മ കഴിക്കുന്ന ഒരു സാധനമാണ് ഐസ്ക്രീം. അവിടെ നമ്മുടെ നാട്ടില് ഐസ്ക്രീം കഴിച്ചൊക്കെ കൊണ്ടുവരാൻ വരും. പിന്നെ ക്ലാസ് എടുക്കാൻ പറ്റില്ല. നമുക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് മുന്നേ തൊട്ട്. അപ്പോൾ മൈക്കൊക്കെ വെച്ചല്ല നമ്മൾ ക്ലാസ് എടുക്കാറ്. പക്ഷെ നെതർലൻഡ്സിന്റെ കാറ്റടിച്ചാൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാം, ഐസ് കഴിക്കാം, ജ്യൂസ് കുടിക്കാം. തണുത്ത ക്ലൈമറ്റിലായതുകൊണ്ടാണ് തണുപ്പ് കഴിച്ച പ്രസിഡന്റ് അതൊക്കെ തോന്നുന്നത്. ഇവിടെയൊക്കെ കണ്ടോ അമ്മ? നമ്മുടെ ബാക്കിൽ നല്ല ഭംഗിയില്ലേ അങ്ങോട്ട് കാണാൻ? ഇവിടെ ഒരു ഫോട്ടോ എടുത്താലോ? കിടക്കും. എന്താണ് നല്ല രസമല്ലേ സാൻസിസ് കാൻസ്? എന്താ കാണിക്കണത്? മൂക്ക് പറിച്ചെടുക്ക്. കിടിലം ഫ്രെയിം കേട്ടോ. 4 വിൻമില്ല്. ഇത് മുന്നത്തെ കാലത്തെ വിൻമില്ലാണ്. ഇപ്പം ഇതിൽ 1-2 ആണ് പ്രവർത്തിക്കുന്നുള്ളൂ ശരിക്കുന്നാണ് അന്ന് ഞാൻ വന്നിട്ട് ഇവിടെ ഒരു ഗൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് മനസ്സിലായി കേട്ടോ. ഇവിടെ ബോട്ടിങ്ങും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ ബോട്ടിങ്ങിന്റെ സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇങ്ങനെ നമുക്ക് വേണ്ടേ? ഫുള്ളാണോ? പോഞ്ചോ ഇടുന്നോ? പോഞ്ചോ ഇട്ടിട്ട് വേറെയോ? ഓക്കെ. സ്റ്റൈലിഷ് ലേഡി. കം ഓൺ, ലെറ്റ്സ് ക്ലിക്ക് നെക്സ്റ്റ് ഫ്യൂ പിക്ചേഴ്സ്. എനിക്ക് ഈ ഫോട്ടോയോടും വീഡിയോസിനോടുള്ളൊക്കെ താല്പര്യം എവിടെ നിന്നാണ് വന്നതെന്നൊരു ചെറിയ സംശയം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ ഇടയായിട്ട് അമ്മ ഈ ഫോട്ടോസിനോടും വീഡിയോസിനോടും സ്റ്റേറ്റസിനോടും കാണിക്കുന്ന താല്പര്യം കാണുമ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എവിടെ നിന്നാണ് ഇത് വന്നതെന്നുള്ളത്. അമ്മ കണ്ടോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഫ്രെയിമിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ യുവിക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെറിയ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വല്ലാണ്ട് അങ്ങോട്ട് വർക്കാവുന്നില്ല. നമ്മൾ വീട്ടിൽ പോവുകയാണേ. ഒന്ന് ചെറിയ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്തവണ ആക്ച്വലി സത്യം പറഞ്ഞാൽ എവിടെയും പോകാത്ത മെയിൻ റീസൺ എന്താണെന്ന് അറിയോ? അമ്മേനെയും അച്ഛനെയും കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവനെയും കൊണ്ട് പുറത്ത് പോകുന്നതിന് അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല അമ്മയും അച്ഛനത് കാണുന്നത്. എവിടെ പോലും തിരിച്ചവർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി ഇവനെ ആ ബാസ്കറ്റിൽ കിടത്തി കഴിഞ്ഞാലുള്ള അവർക്ക് സമാധാനം കിട്ടുള്ളൂ. പുറത്ത് തണുപ്പാണ്, മഴയാണ്, വെയിലാണെന്നുള്ള റീസൺസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ തൽക്കാലം പോവാണ്. പക്ഷെ കാരണം എന്താന്ന് വെച്ചാല് ഈ കാർ സീറ്റ് ഉണ്ടല്ലോ, ഇത് 1.5 മണിക്കൂറേ നമ്മൾ മാക്സിമം പിള്ളേരെ ഇതിൽ ഇരുത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ബാസ്നെറ്റ് ഇല്ലേ കടത്തുന്നത്, അത് വേണമായിരുന്നു. പക്ഷെ നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മൾ ഇനിയിപ്പോ ഒരു 2 വീക്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വീക്സ് കഴിഞ്ഞാൽ നാട്ടിൽ പോവല്ലേ. അപ്പൊ അതുകൊണ്ട് അത് വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്ക് ഇവന് 6 മന്ത്സ് കഴിയും ചെയ്യും. അപ്പൊ പിന്നെ അത് യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത്. അപ്പൊ തൽക്കാലം ഇനി പോയി കാറിന്റെ സീറ്റിലെങ്കിലും കുറച്ചേരൊന്ന് കിടത്തട്ടെ. കുറെ നേരത്തിൽ കിടക്കുന്ന ഇവരുടെ സ്പൈന് അത്ര ഗുഡല്ല. പോവാം. കുറച്ചു നേരം ഒന്ന് കാറ് പോയിട്ട് ഇവനെ മടിയിലും കാറിലും ഒക്കെ നിവർത്തി കിടത്തട്ടെ. അതിനുശേഷം നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അവിടെ നമ്മൾ നേരെ വന്നത് ആംസ്റ്റർഡാം സെൻട്രലിലോട്ടാണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഏകദേശം ഒരു 120-125 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ. എല്ലാ ബിൽഡിങ്സും ഇപ്പോഴും നല്ല സ്ട്രോങ് ആണ്. പിന്നെ ചെറിയ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സിറ്റി ഇതേപോലെ അവർ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി ആംസ്റ്റർഡാമിനുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ആംസ്റ്റർഡാം സെൻട്രലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഫുളു മാൻട്രിയനിൽ പോവാണേ. ഇപ്പൊ വിഷ്ണു പോയി ക്യൂല് നിൽക്കും. കാരണം ഇവനെ വെച്ച് ക്യൂല് നിൽക്കാൻ നീ പോയി ക്യൂ നിൽക്കും. അപ്പൊ ഇവനോ അവന് വെച്ച് ക്യൂ നിന്നാ മതി. അത് വേണോ? നീ അമ്മയും കൂടെ ക്യൂ നിൽക്കും. ഞാൻ അച്ഛനും പുറത്ത് നടന്നിട്ടൊക്കെ വരാം. നിങ്ങൾ യുവിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നില്ലേ വിഷ്ണുവിൻ്റെ അമ്മേനെ പോലെയുണ്ട് കാണാൻ, വിഷ്ണുവിനെ പോലെയുണ്ട് കാണാൻ എന്നൊക്കെ. എനിക്ക് ഇതുവരെ ആരുടെയും അതിനൊരു പ്രത്യേക ചായ ഇവന് ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് ചെറിയൊരു വിഷ്ണു ചായ ഇങ്ങനെ തോന്നി തുടങ്ങുന്നുണ്ട്. പിന്നെ അതേപോലെ ഇടയ്ക്ക് ചില ആംഗിളിൽ നിന്ന് എനിക്ക് എൻ്റെ അമ്മയുടെ ചായയും തോന്നാറുണ്ട്. നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഫുളു മാൻട്രിയനിലാട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്.
സെൻട്രലിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ ഡാം സ്ക്വയർ ഇല്ലേ അതിനടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. നിങ്ങൾ ആര് വരികയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് കയറി ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. സാധാരണ ഇവിടെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡച്ച് ആൾക്കാർക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് എരിവൊക്കെ കുറച്ച് ഉപ്പൊക്കെ കുറച്ചിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കേട്ടോ അധികം കാണാറ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല ചൊടിയുള്ള ഭക്ഷണം എന്ന് പറയില്ലേ, അങ്ങനത്തെ ഭക്ഷണം കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ഇറങ്ങിയിട്ടോ. കാരണം ഇവനകത്ത് എനിക്ക് തോന്നുന്നു ചൂടും എല്ലാം കൂടെ ഇട്ട് കുറച്ചൊരു ഓക്സിജന്റെ കുറവൊക്കെ എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനെയും കൂട്ടി നമ്മളിങ്ങോട്ട് ഇറങ്ങി. ഇനി ഒരു റൗണ്ട് ഒന്ന് നടന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ ആംസ്റ്റർഡാം ഇങ്ങനെ നടക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇവനെയും കൂട്ടി നടക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫീല്. ഇതിന് മുന്നേക്ക് ഇവൻ വൈറലാകുമ്പോഴാണല്ലോ വന്നിട്ടുള്ളത്. എന്ത് മാറ്റണം അമ്മ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ആംസ്റ്റർഡാം സെൻട്രലിന് സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കണ്ടത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഓർമ്മല്ലേ? അത് കണ്ടത് ഓർമ്മയുണ്ട്. അത് മുഴുവൻ ഇതേപോലെ മെമ്മറി. വലിയ മാറ്റം തോന്നുന്നില്ല. ഞാൻ അമ്മേനോട് പറയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കടയാൻ തുടങ്ങി. നിൽക്കാൻ പാടില്ല, നമ്മളെ നടക്കണം. നടക്കാം. ഇത് വീഡിയോ ആണ്. അമ്മ ഇപ്പൊ വന്ന് നിൽക്കുന്നതിനെ അറിയോ? ഫോട്ടോ ആണെന്ന് വിചാരിച്ച് ഓടി വന്നു. നമ്മളിവിടെ ഒരു ചുറോസ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് കഴിച്ച് നമ്മൾ പോവാ. യുവി ഏകദേശം ഉറങ്ങിയിട്ടാ. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കും. യുവാന് ഒരു 2 ചുറോസ്. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോ ചുറോസ് കഴിച്ചത്? നല്ല അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടം ചുറോസ്. അറേ വാ, നശിക്കുക അങ്ങോട്ട് കഴിച്ചിട്ട് മധുരം. മധുരം കഴിക്കുക മധുരം. വേണ്ട എന്ത് കഴിച്ചാലും പുച്ഛം. എന്തിനാ കഴിക്കണേ? എനിക്ക് കുറ്റബോധം വിഷയം പറയാതെ കഴിക്കില്ലേ? യുവാൻ എഴുതിയത് യുവാൻ എഴുതിയിട്ട് ഒന്നും കിട്ടിയതുമില്ല. നമുക്ക് പാല് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വാങ്ങിയിട്ടുള്ളൂ. ഒരു യുവാൻ പാല് പിടിച്ച്. ഇന്ന് യുവിയുടെ ലോങ്ങസ്റ്റ് ഡേ ആയിരുന്നു. ഇന്ന് പുറത്ത് നമ്മൾ ഏകദേശം ഒരു 1 മണിയാകുമ്പോൾ ഇറങ്ങിയത് അല്ലേ? 1-1:30 ആകുമ്പോൾ ഇറങ്ങിയതാണ്. വെരി വെൽ ബിഹേവ്ഡ് ആയിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പേരക്കുട്ടി. കുട്ടി നല്ല ശാന്തനായിട്ട് സഹകരിച്ചു. എല്ലാവർക്കും ആരുടെ സ്വഭാവം അറിയില്ല, പക്ഷെ പുള്ളിക്ക് ശാന്തത കുറച്ച് കൂടുതലാണ്. സ്വഭാവമാണ് എനിക്ക് തോന്നുന്നില്ല, അത് ഒട്ടും തോന്നുന്നില്ല. എന്റെ സ്വഭാവമല്ല തോന്നുന്നുണ്ട്. എന്റെ സ്വഭാവത്തിനൊരു ചായ. ഈയടാ, എന്റെ സ്വഭാവത്തിന് അമ്മയുടെ സ്വഭാവത്തിനായിട്ട് ചായ ഉണ്ട് എന്നാണ് അമ്മമ്മ പറയാറുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിനി നേരെ വീട്ടിൽ പോവുകയാണ്. ഒരുപാട് ഇവനങ്ങനെ സ്ട്രെസ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ വീട്ടിൽ പോവാം. ഞാനും അമ്മി മാച്ചാണല്ലോ ഇതിട്ട് വന്നപ്പോ. ഇഷ്ടപ്പെട്ട യുവി ഇന്നത്തെ ഔട്ടിങ്? ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. ചെറുതായി ഒരു പടം കാണുന്നു, കാരണം സാറ്റർഡേ നൈറ്റ് അല്ല, എൻഡ് ചെയ്യാൻ തോന്നുന്നുള്ള പെട്ടെന്ന്. പിന്നെ അങ്ങോട്ട് കിടന്നുറങ്ങണം. പോവാം. നമ്മൾ വണ്ടി ഓടിച്ച് വീട്ടിലെത്തി. അമ്മേനെയും അച്ഛനെയും യുവിനെയും വീടിൻ്റെ നേരെ ഫ്രണ്ടിലിറക്കി. ഞാനും വിഷ്ണുവും കൂടെ കാറൂടെ പാർക്ക് ചെയ്ത് വീട്ടിൽ പോവുകയാണ്. അപ്പം ഇനി പറഞ്ഞോളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ മുഖം കാണിച്ച് പറയാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം. പിന്നെ മലയാളി. അവിടെ കാറ് കയറ്റിയിട്ട് അനക്ക് വേണ്ടി ഞാൻ കട്ട് റോഡിലിട്ട് പാർക്ക് ചെയ്തു. അപ്പോൾ ഈ പാല് കുടിക്കാതെ അമ്മയുടെ മുഖത്ത് നോക്കി കരഞ്ഞു. വൈ? ടെൽ മീ ദ റീസൺ. എപ്പോഴും വേണ്ടിരുന്ന് കരഞ്ഞ് എനിക്ക് റീസൺ മനസ്സിലാവും. സോ അത് ഞാൻ എന്നോട് ചോദിക്കാൻ പോകുന്നില്ല. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. സിദ്ധാന്തം കൺസേൺ ചെയ്താൽ ശരിയായില്ല യുവാൻ കേട്ടോ. ഇത് ആവശ്യമില്ലായിരുന്നു എനിക്ക് അവിടെ. കുറച്ച് നേരം നല്ല പ്രകൃതി രമണീയത കണ്ട് കിടക്കാനുള്ള ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ? മനസ്സിലായിട്ട് അതൊക്കെ ഉണ്ടായിരുന്നമ്മേ. ഞാൻ ഇനി ശല്യമാവണ്ട, തെക്കുള്ളതുകൊണ്ട് ഒന്നും നക്കണില്ലാടണ്ട. ഒക്കെ തയ്ച്ച് ഞാനവിടെ ഇരുന്നു. ഇടിച്ചൻ്റെ കിട്ടി ഒരു തുള്ളി വാങ്ങിയിട്ടായിരുന്നു. ഇവിടെ കിട്ടുന്ന വെള്ളം തന്നെ ആ വെറുതെ കുപ്പായൊക്കെ ഇട്ടിട്ട് വെറുതെ പോയി. ഇവിടെ നിന്ന് കിട്ടിയ പാല് വെള്ളം തന്നെ അവിടെ നിന്ന് കിട്ടി. അതൊന്നും കിട്ടി.